പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു ഷെഫായിട്ട് വേറൊരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് വേണമെന്ന്. പക്ഷേ ദൈവം എനിക്കത് തക്ക സമയത്ത് എനിക്ക് തന്ന് മാനിച്ചു. അതുപോലെ തന്നെ ഞാനൊരു തീരുമാനം എടുത്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ ഒരു തീരുമാനം എടുത്ത് ഈ ചർച്ചിലേക്കുള്ള ഫുഡ് കൊടുക്കുന്ന ആ സമയം തൊട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു ഞാൻ തന്നെ അത് ചെയ്തു കൊടുക്കണമെന്ന്. അപ്പം ആ തീരുമാനം എടുക്കാൻ തുടങ്ങി അന്നോട്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായി ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. അപ്പം അതിനു മുമ്പ് ഞാൻ എൻ്റെ ജോലി കൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ജീവിതമാർഗം. പക്ഷേ എങ്കിൽ പല സമയത്തായിട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ആക്റ്റീവായിട്ട് ഇന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തിക നന്മകൾ വരാൻ തുടങ്ങി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരിക്ക് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങൾ. പക്ഷേ എങ്കിലും അതിൽ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ആ സാമ്പത്തികം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലുപരി ഞങ്ങൾ ഇതിനകത്ത് നല്ലതുപോലെ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്തുകൊണ്ട് ഞാൻ പറയല്ല, നമ്മൾ ദൈവവേലയ്ക്ക് നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം 9 സ്റ്റെപ്പ് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. പല സമയങ്ങളിലും ഞാൻ ശാരീരികമായിട്ട് ഭാരപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളി എടുത്ത് പറയത്തില്ല, വേറെ ആരെടുത്തും ഞാൻ പറയത്തില്ല. ഞാൻ രാത്രിയുടെ യാമങ്ങളിലിരുന്ന് ഞാൻ പറയാം, അപ്പോൾ എനിക്ക് ഒരുപാട് ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരാളോ രോഗിയായി തീർന്നു, എന്നെ അങ്ങ് വീഴ്ത്തല്ലേ അപ്പം അത് പറയുമ്പം എനിക്ക് വചനത്തിലൂടെ ദൈവം എന്നെ ഒരുപാട് ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ശരീരത്തിന് ഒരുപാട് ബലം തന്ന് എന്നെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇത്രത്തോളം ദൈവം നടത്തിയതിന് 1000 നന്മ.